ആരോഗ്യരംഗത്തെ ചികിത്സാ സമ്പ്രദായത്തിലെ ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിന് താക്കീത് നൽകാൻ പോകുന്നു എന്നാണ് ഒടുവിലത്തെ വാർത്ത. താക്കീതും ഒരു ശിക്ഷയാണെന്ന് മനസ്സിലാക്കണം. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ മിടുക്കൻ എന്ന ഔദ്യോഗിക ഭാഷ്യം നിലനിൽക്കുമ്പോഴാണ് ഈ നടപടി. യഥാർത്ഥത്തിൽ ഈ കുറവുകൾ വിമർശനമാണോ? അതിൽ സർക്കാരിനെയും ഭരണകക്ഷികളെയും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം മാത്രമല്ലേ അതിനെ ആ നിലയിൽ കണ്ടാൽ പോരെ? മറിച്ച് മുഖ്യമന്ത്രിയുടെ വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള കേരളത്തെക്കുറിച്ച് പുറം ലോകത്ത് തെറ്റിദ്ധാരണ വരുത്തുന്ന ഒന്നാണ് ഇതെന്നാണ് അദ്ദേഹത്തിന്റെ ഡോക്ടർ ഹാരിസിന്റെ പരാമർശമെന്നാണ്. അങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ കഴിയുന്ന ഒന്നാണോ? കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒന്നാണോ? തുറന്നു പറച്ചിൽ നമ്മുടെ മാനം പോകുമോ? അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ പോയിരിക്കുന്നു. നമ്മളുടെ ഉയർന്ന കുറ്റകൃത്യം, കൂടിയ അളവിലുള്ള മയക്കുമരുന്ന് ഉപയോഗം. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 തന്നെ, അതിന് സംശയമില്ല. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണു ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചില്ലേ? അങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങളാണ് പുറം ലോകം അറിയുന്നതും നമ്മുടെ യശസ്സിന് കോട്ടം തട്ടുന്നതും. അതിനേക്കാളും വളരെ കുറഞ്ഞ ഒന്നല്ലേ ഇത്? മാത്രമല്ല, ഇത് സർക്കാരിനെയും ഭരണപക്ഷികളെയും സംസ്ഥാനത്തെയും രക്ഷിക്കുന്ന ഒരു തുറന്നു പറച്ചിലാണ്. ഇതിനെ തിരിച്ചറിഞ്ഞു വേണ്ടും വണ്ണം നമ്മളെ ഇടപെട്ട് കഴിഞ്ഞ് തീർന്നാൽ നമ്മൾ കൈവരിച്ച നേട്ടം, ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് കൈവരിച്ച നേട്ടം അതുപോലെ നിലനിർത്താൻ കഴിയും. ഒരു തരത്തിലും നമ്മളുടെ ആയുർദൈർഘ്യം കുറയാൻ പോകുന്നില്ല. നമ്മളുടെ കുറഞ്ഞ ശിശുമരണ നിരക്ക് അതങ്ങനെ കൂടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഉയർന്ന മാനവ വികസന സൂചിക അതുപോലെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം തുറന്നു പറച്ചിലുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. ജനാധിപത്യം മെച്ചപ്പെടും, ശക്തിപ്പെടും, ഒപ്പം തന്നെ രാജ്യം വളരുകയും ചെയ്യും. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയക്കാരൻ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉയർന്ന നിലവാരം പുലർത്തുന്നില്ല എന്നിടത്താണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊന്ന്, ഭരണപക്ഷത്തിരിക്കുമ്പോഴും വേറൊരു സമീപനം എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട്. രാജ്യതാൽപര്യമായിരിക്കണം അവർക്ക് മുന്നിലുള്ളത്. സംസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് രണ്ടു കൂട്ടരും ഒരുപോലെ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ജനങ്ങളും പ്രധാന ഘടകമാണ്. ജനങ്ങൾ കാര്യമായ ഇടപെടൽ നടത്തണം, പ്രതികരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ നന്നായി പോകൂ എന്നത് സംശയമില്ല.